ആശയെ കെണിയിൽ കുടുക്കി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുംബൈയിൽ ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൗലോസ് ആണല്ലോ ഇപ്പോഴത്തെ പ്രധാന വില്ലൻ, അലീനയുടെ പ്രധാന ശത്രു. പൗലോസിനെ എന്തായാലും അലീന നേരെയാക്കി എടുത്തിട്ടേ ഉള്ളൂ എന്നുള്ളൊരു കാര്യത്തിലാണ്, ഉറച്ച തീരുമാനത്തിലാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പൗലോസ് ആണെങ്കിൽ ജന്മമുണ്ടെങ്കിൽ അലീനയെ അനുസരിക്കില്ല എന്നുള്ള ഒരു വാശിയിലാണ് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അലീന പറയുന്നുണ്ട്, തന്നെ അനുസരിക്കാതെ ഇവിടെ മുന്നോട്ട് പോകാമെന്ന് പൗലോസേട്ടൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും, പൗലോസേട്ടന് അങ്ങനെ മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല എന്നും, പൗലോസേട്ടൻ മുന്നോട്ട് പോകണമെങ്കിൽ തൻ്റെ കീഴിൽ നിൽക്കണമെന്നും തന്നെ അനുസരിക്കണമെന്നും അലീന പറയുന്നത് കാണാൻ കഴിയും. അല്ലാത്ത പക്ഷം പൗലോസേട്ടൻ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്നും പുറത്താക്കുമെന്നുള്ളത് തീർച്ച തന്നെയാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൗലോസ് ആണെങ്കിൽ അലീനയെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് എന്ന് കാണാം. അതായത് അലീനയെ അനുസരിക്കേണ്ട അവകാശമൊന്നും തനിക്കില്ല എന്നും, നേരായ മാർഗത്തിൽ ഉണ്ടായവർ പറഞ്ഞാലേ താൻ അനുസരിക്കുള്ളൂ എന്നും പൗലോസ് ഡ്രൈവറോടായിട്ട് പറയുന്നത്, അലീന പോയി കഴിയുമ്പോഴാണ് പറയുന്നത് എന്ന് കാണാം. ഒരുപാട് തെറി പറയുന്നുണ്ട് നമ്മുടെ പൗലോസ് അലീനയെ എന്ന് കാണാൻ കഴിയും. തുടർന്ന് ഡ്രൈവറിൻ്റെ അടുത്ത് പറയാണ്, എടാ നീ വിളിച്ച് പറഞ്ഞിട്ട് ആഞ്ഞിലും മുട്ടിലാരും വന്നില്ലല്ലോടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. അതെന്താണെന്നറിയൊന്നുമില്ല. എന്തായാലും വലിയൊരു ചർച്ചയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. വലിയൊരു പൊട്ടിത്തെറിക്കുള്ള കാര്യവുമുണ്ട്, കാഴ്ചയുമുണ്ട്. എന്തായാലും പൗലോസേട്ടൻ ഇവിടെ നിൽക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. വെറുതെ പൗലോസേട്ടൻ ഇപ്പോൾ ഓടി പോകേണ്ട എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ പൗലോസ് ആണെങ്കിൽ, എനിക്ക് അവളുടെ അഹങ്കാരവും നെഗളിപ്പൊന്നും കണ്ടിട്ട് അത്ര പിടിക്കുന്നില്ല എന്ന് പറയുന്നു. അലീനയെ, ആ പെണ്ണിനെ ഓടിക്കാനായിട്ട് വന്ന ഔതക്കുട്ടി തന്നെ അവളുടെ മുൻപിൽ വാലാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഔതക്കുട്ടി ചായനെയും സെക്കാണ് സാബിനെയും ഒന്നും പറയണ്ട. അവരെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ അത് പൗലോസേട്ടന് നല്ല പണിയാകുമെന്ന് പറയുന്നു. ആൻ്റപ്പൻ ചേട്ടൻ കൂടെ നിന്നാൽ മതിയായിരുന്നു, ഒരു പ്രശ്നവും ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ കൂടെ നിൽക്കില്ല എന്ന് നമ്മുടെ ഡ്രൈവർ പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ആൻ്റപ്പൻ ചേട്ടന് നിൽക്കാനറിയാം, ആരോട് എങ്ങനെ പെരുമാറണമെന്ന് നല്ല രീതിയിൽ അറിയാമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസിൻ്റെ അടുത്ത് പറയാണ് ഡ്രൈവർ, എന്തായാലും വലിയ പൊട്ടിത്തെറികൾ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകും. അപ്പോൾ പൗലോസേട്ടൻ ഇവിടെ ഉണ്ടാകണമെന്ന് പറയുന്നു. അതുവരെ പിടിച്ചു നിൽക്കാനായിട്ട് നോക്കുക എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ഞാൻ ശ്രമിക്കാം, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉറപ്പിച്ച തീരുമാനവുമായി നിന്നേ മതിയാവുകയുള്ളൂ. പെട്ടെന്നൊന്നും അവളെ ഓടിച്ചു വിടാനോ പറഞ്ഞു വിടാനോ കഴിയൊന്നുമില്ല. കാരണം പൗലോസേട്ടൻ ഇവിടെ നിന്നാൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു കളി കളിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് പറയും.
ചിരിച്ച് കളിച്ച് ഒടുവിൽ എന്നെ പുറത്താക്കോ എന്നെ ഒറ്റിക്കൊടുക്കോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. എൻ്റെ പൗലോസേട്ടാ, ഞാനൊന്നും ചെയ്യില്ലെന്നേ, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്നേ എന്ന് ഡ്രൈവർ പറഞ്ഞ് പൗലോസിന് ആത്മവിശ്വാസം കൊടുക്കുകയാണ്. കാരണം ഒരവസരം കിട്ടുമ്പോൾ പൗലോസിനെ ഒറ്റിയിട്ട് ഡ്രൈവറിൻ്റെ പാട്ടിന് പോകും. അയാൾക്ക് വലിയ പണിയുമില്ല, നല്ല ശമ്പളവുമുണ്ട്. അതുകൊണ്ട് തന്നെ പൗലോസ് പെടുകയാണെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെയാണ് ഡ്രൈവർ ഈ കളിയെല്ലാം കളിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ആ പൊട്ടന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഡ്രൈവർ പറയുന്നതെല്ലാം കേൾക്കുകയാണ്. ഇവിടെയാണെങ്കിൽ അച്ഛൻ വരികയാണ് സ്റ്റാലിൻ്റെ ഭവനത്തിലേക്ക്. അതിനു മുമ്പ് തന്നെ അച്ഛനെ ഉപയോഗിച്ചുകൊണ്ട് റീത്തയുടെ സഹോദരനും കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛൻ ഒരു മാധ്യമമായാണ് വരുന്നതെന്ന് കാണാം. സ്റ്റാലിനോട് സംസാരിക്കണം, സ്റ്റാലിനോട് സംസാരിച്ച് എന്താണ് കാര്യമെന്നറിയണം. പറ്റുകയാണെങ്കിൽ അലീനയെ പുറഞ്ഞയക്കാനായിട്ട് പറയണം എന്നുള്ളതൊക്കെയാണ് അവരുടെ തീരുമാനം. ആ പെണ്ണിനെ വീട്ടിൽ നിർത്താനായിട്ട് കഴിയില്ല, സാധിക്കില്ല എന്ന് റീത്ത പറയുന്നതും കാണാം. അച്ഛൻ വരുമ്പോൾ താനും വരുന്നുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് റീത്തയും വരികയാണ് എന്ന് കാണാം. അയാൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് കേൾക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനെ കൊണ്ട് നമ്മുടെ റീത്തയും അവിടേക്ക് കടന്നു വരികയാണ്. അങ്ങനെ റീത്തയും അച്ഛനും സ്റ്റാലിനെ ഉപദേശിക്കുകയാണെന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ അലീന തൻ്റെ മകളാണെന്നും അവളെ ഇനി പുറത്താക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല എന്നും പറയുകയാണ് അച്ഛൻ്റെ അടുത്ത്. ഈ റീത്തയുടെ വാക്ക് കേട്ട് അച്ഛന് വരാൻ നാണമാകില്ലേ എന്ന് ചോദിക്കുന്നു. എൻ്റെ ജീവിതം കുളം തോണ്ടിയ, ജീവിതം നശിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇത് എന്ന് പറഞ്ഞ നാവിടക്കേല അലീന സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ഇത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് എൻ്റെ മകൾ അലീന എന്ന് സ്റ്റാൻലി പറയുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛനോട് ബഹുമാനത്തോടെ പെരുമാറുന്നത് കൊണ്ട് തന്നെ അച്ഛൻ്റെ മനസ്സ് അലീനയ്ക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് റീത്തയെ പൊളിച്ചെടുക്കുകയാണ് അലീന എന്ന് കാണാം. കോടിക്കണക്കിന് രൂപ പപ്പ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും ഇവർ എൻ്റെ സഹോദരിയെ ചികിത്സിക്കാതെ അവളെ ഒരു അസുഖത്തിനടിമയാക്കി എന്ന് പറയുന്നതും കാണാം.